വിജയ ചക്കാമുക്ക് ദേശപിത ഇവിടെ അണിനിരന്ന് കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ താളത്തിന്റെ അകമ്പടിയിലേക്ക് അത് മാറുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. അരമണി കിലുക്കി ഇങ്ങനെ വരി വരിയായി അച്ചടക്കത്തോടു കൂടി നിൽക്കുകയാണ് ചക്കാമുക്ക് ദേശം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ താളക്കാർ കൂടി പിറകിലെത്തിയിട്ടുണ്ട്. അവർ കൂടി എത്തിക്കഴിഞ്ഞാൽ ഇവർ അല്പസമയത്തിനകം തന്നെ നടുവിലാൽ പരിസരത്തേക്ക് നടന്ന് നീങ്ങി തുടങ്ങുമെന്നുള്ളതാണ്. നല്ല ചൂടുണ്ട്. ചിലരൊക്കെ നിലത്ത് ചവിട്ടുന്ന ഘട്ടത്തിൽ കാലുയർത്തി വെക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അവരുടെയും പ്ലോട്ടുകൾ പിറകുവശത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ടീമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഈ പുലിക്കുടം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ പുലിക്കുടം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് എന്ന് പറയേണ്ടി വരും. ഇതിന് ചരിത്രം എന്താണ് എന്ന് ഞാൻ പലരോടുമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പിന്നെ ഗൂഗിൾ ഉള്ളതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ അതിൽ പറയുന്നത് ഈ പുലിക്കുടം എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ തന്നെ ഈ പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ളതാണ്. പലരും 1-2 പുലിക്കുടങ്ങൾ ഇതിന്റെ ഭാഗമായി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതായത് പല വർണ്ണത്തിലുള്ള കടലാസ് അത് സജ്ജീകരിച്ചിരിക്കുന്ന ഏതാണ്ട് ഗതയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന പുലിക്കുടം എന്ന് പറയുന്നത്. ആ പുലിക്കുടം ഈ മേളത്തിനനുസരിച്ച്, അതായത് പുലിത്താളത്തിനനുസരിച്ച് എഴുന്നള്ളിക്കുന്നതാണ് ഇനി നടക്കാനുള്ളത്. ഒപ്പം തന്നെ ഈ പുലികളും അതിനനുസരിച്ച് ചുവട് വയ്ക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ കൗതുകം നിറഞ്ഞ നിരവധിയായ കഥകൾ ഇതിന് പിന്നിലുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. അയ്യന്തോളിന്റെ ക്യാപ്റ്റൻ ഷാജി ചേട്ടനെ നമ്മളിലേക്ക് തൂക്കി. നമുക്ക് നേരെ ഷാജി ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ? തീർച്ചയായിട്ടും ചേട്ടാ, ഇപ്പൊ നമ്മൾ അയ്യന്തോളിന്റെ പ്ലോട്ടാണ് കടന്നു പോകുന്നത്. എന്താണ് ഈ പ്ലോട്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു പുരാണ സബ്ജക്റ്റാണ്. ഒരു ചതിയുടെ ഒരു വലിയ ചതിച്ചു. അതായത് ഖദ്രു എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ഭാര്യമാരാണ് ഖദ്രുവും വിനിതയും. പുകയൊക്കെ വരുന്നു, പുകയണം എന്നാല്. അപ്പോ കശ്യപ മഹർഷിയുടെ 2 ഭാര്യമാരാണ് ഖദ്രുവും വിനിതയും. അപ്പൊ ഒരു പന്തയം വയ്ക്കുകയും ഒരു കുതിര, വെള്ളക്കുതിരയാണ്, അതിന് മേലൊരു കറുത്ത പാടുണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടാവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ അതൊരു നുണയായിരുന്നു, വ്യാജമായിരുന്നു. ഈ കുതിരയിൽ കറുത്ത പാടുണ്ടായിരുന്നില്ല. അത് ഈ ഖദ്രുവിന് വേണ്ടിയിട്ട് ഗരുഡന്റെ ചിറക് തട്ടിയാൽ അങ്ങനെ പെട്ടെന്ന് ഓടിക്കുന്ന ചിറകല്ല ചെയ്യുന്നുണ്ട്. അയ്യന്തോളിന്റെ ചിറകൊടിയില്ല. ചിറകൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്ത് നടക്കും, പക്ഷെ തകരില്ല അല്ലെ? വീണ്ടും ഉയരങ്ങളിലേക്ക്. അതിനുവേണ്ടിയാണ് ചിറക് അത്രയും കരുത്തോടു കൂടി വെച്ചേക്കുന്നത്. എന്തായാലും അയ്യന്തോളിന്റെ ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാ? തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2023 8 സമ്മാനങ്ങളിൽ 7 തൂക്കി കൊണ്ടുപോയില്ലേ, അറിയില്ലേ? അത് തന്നെയാണ് 8 പ്രതീക്ഷ വന്നിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും അല്ല, 7 എണ്ണം എന്ന് വിജയിക്കുമ്പോൾ അതിൽ നമുക്ക് ഓവറോൾ കൂടിയിട്ടാണ് കിട്ടുന്നത്. 8. അപ്പോൾ എല്ലാം കിട്ടുക എന്ന് പറയുമ്പോൾ ചെറിയ സംഘത്തിന് കിട്ടുന്നതല്ലല്ലോ. ഈ ഒരു പുലിക്കളിയിൽ അവസാനിക്കുന്നതല്ല അയ്യന്തോൾ ദേശം. കാരണം എന്താണെന്ന് വെച്ചാൽ 365 ദിവസവും ലൈവായിട്ട് ഈ PSC ക്ലാസ്സുകളായാലും ഫ്രീ ആയിട്ട് നടത്തുന്ന സംഘടനയാണ്. അപ്പോൾ ഈ അയ്യന്തോൾ ദേശം മറ്റുള്ള ദേശങ്ങളിൽ കുറ്റം പറയല്ല, ഒരുപാട് ഏരിയകളുള്ള ദേശം. നമുക്ക് അയ്യന്തോളിന് വേണ്ടി ഒരു ആർപ്പ് വിളിച്ചാലോ? പിന്നെ എല്ലാവരും അയ്യന്തോൾ കടന്നു പോകുന്നു. ഓക്കെ, റെഡി? അയ്യന്തോളിന്റെ തന്നെയാണ് ഒരു കുട്ടിയും കുട്ടികളൊക്കെ ഉണ്ട്. അതായത് എത്ര പ്ലോട്ട് ഉണ്ട് അയ്യന്തോളിന്? അതായത് ഒരു പുലിവണ്ടി, എല്ലാവർക്കും അങ്ങനെ തന്നെ, ഒരു പുലിവണ്ടി 2 പ്ലോട്ടുകൾ. ഈ 2 പ്ലോട്ട് നമ്മളൊരു പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിയും ഒന്നൊരു ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ തന്നിട്ടുള്ള സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മുടെ വടക്കുംനാഥന്റെ ക്ഷേത്രത്തിന്റെ ചുറ്റിലും വളരെ സൗന്ദര്യത്തോടു കൂടി നിൽക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നങ്ങൾ, പള്ളി, അതുപോലെ തന്നെ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള വളരെ ഓരോ പ്ലോട്ടുകൾക്കും ഓരോ സന്ദേശമാണ്. അതിന്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്ക് അങ്ങോട്ട് നടുവിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാം. അതെ, ആ വെളിച്ചത്തിന് വികസനമുണ്ട്. അപ്പോ ഫെബിൻ, നമുക്ക് അങ്ങോട്ട് നീങ്ങാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഫെബിനെ ഈ ഫ്ലോട്ട് തട്ടിക്കൊണ്ട് പോകരുത്. അപ്പോ ഫെബിനും ജിതിനുമാണ് ഞങ്ങളുടെ കൂടെയുള്ള വീഡിയോ ജേർണലിസ്റ്റുകൾ. വളരെ ശ്രമകരമായിട്ടാണ് അവരിപ്പോ